ഹലോ ഗൈസ്, എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ കഴിഞ്ഞ ദിവസം ചെയ്ത വീഡിയോ എല്ലാവരും കണ്ടു എന്ന് അറിഞ്ഞു. സന്തോഷമുണ്ട്. എല്ലാവരെയും കമൻറ്റുകളെല്ലാം ഞാൻ വായിക്കുന്നുണ്ടായിരുന്നു. ഒരുപാട് സന്തോഷം. കേരളത്തിൽ ഒട്ടുമിക്ക ആൾക്കാർക്കും എൻ്റെ സെയിം അനുഭവമാണെന്ന് എനിക്ക് അതിനകത്തുനിന്ന് അറിയാൻ പറ്റി കേട്ടോ. അതിലെനിക്ക് വിഷമമുണ്ട്. ഈ സിറ്റുവേഷനിലൂടെ കടന്നു പോകുന്ന കുറേ പെൺകുട്ടികളുണ്ടെന്ന് എനിക്ക് മനസ്സിലായി. അതിലൊക്കെ എനിക്ക് വിഷമമുണ്ട്. അതിനകത്ത് കുറേ ആൾക്കാർ എന്നോട് ചോദിച്ചിരുന്നു, ഇൻഡിപെൻഡൻ്റ് അല്ലാത്തത് കൊണ്ടായിരിക്കാം ഈ വിഷമങ്ങളൊക്കെ നേരിടേണ്ടി വന്നത് എന്ന് പറഞ്ഞിരുന്നു. അല്ല, എനിക്ക് അന്നേരം ജോലിയുണ്ട്. എൻ്റെ വിദ്യാഭ്യാസം എല്ലാം ഞാൻ പൂർത്തിയാക്കിയ ഒരാളാണ്. എനിക്ക് ജോലിയും ഉണ്ട് അന്നേരം. അതൊന്നുമല്ല, ഇൻഡിപെൻഡൻ്റ് ആണെങ്കിലും എന്താ പറയുക, ജോലി ഉണ്ടെങ്കിലും ഇൻ കേസ് നമുക്കിപ്പോൾ എന്താ പറയുക, വലിയ സ്വത്തും മുതലും കൊടുത്ത് കല്യാണം കഴിച്ചതാണെന്ന് പറഞ്ഞാലും എന്തൊക്കെയാണെങ്കിലും സ്ത്രീകൾക്ക് നേരെ കൂടുതലും അതിക്രമം അഴിച്ചുവിടുന്ന സ്ത്രീകൾ തന്നെയാണെന്ന് ഞാൻ പറയും. കാരണം അമ്മായിയമ്മ എന്ന് പറഞ്ഞ ഒരു സ്ത്രീ ഒരിക്കലെങ്കിലും അവരും അനുഭവിച്ചിട്ടുണ്ടാവില്ല. ഈ അമ്മായിയമ്മ പോരും നാത്തും പോരും എല്ലാം അവരും അനുഭവിച്ചിട്ടുണ്ടാവും. പക്ഷെ ഞാൻ അനുഭവിച്ചതിൽ ഇരട്ടി വരുന്ന മരുമകൾ അനുഭവിക്കണം എന്നുള്ളൊരു രീതിയിൽ ഒരു എന്താ പറയുക, കൊടുക്കുക വാങ്ങുക, അങ്ങനെ ഒരു എന്താ പറയുക, ഒരു വല്ലാത്തൊരു സിറ്റുവേഷനിലൂടെയാണ് സ്ത്രീകൾ പോകുന്നത്. കുറച്ചുകൂടെ എന്താ പറയുക, ടോക്സിക് ആയിട്ടുള്ളൊരു ഇത്. ആണുങ്ങൾ തമ്മിൽ അങ്ങനെ ഒരു റിലേഷൻഷിപ്പ് ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. അമ്മായച്ചനും അതുപോലെ തന്നെ മരുമോനും തമ്മിൽ അങ്ങനെ വഴക്കോ പിണക്കോ ഉണ്ടായ കഥകളൊന്നും എനിക്കറിയത്തില്ല. അവർ തമ്മിൽ വേറെ എന്തെങ്കിലും തരത്തിലുള്ള വഴക്കുകളോ കാര്യങ്ങളോ ഉണ്ടായിരിക്കാം. അല്ലെങ്കിൽ പോര് പറഞ്ഞിട്ട്, അല്ലെങ്കിൽ ഇതുപോലെ എന്താ പറയുക, പുറകെ നടന്ന് നമ്മളെ അങ്ങ് ആൻസൈറ്റി അടിപ്പിക്കുന്ന രീതിയിലുള്ള പ്രവർത്തനങ്ങളൊന്നും എന്താ പറയുക, ഒരാളുടെ ഒരു അമ്മായച്ചൻ്റെ ഭാഗത്തുനിന്ന് മരുമകനെ ഏറ്റുവാങ്ങേണ്ടതായിട്ട് വരില്ല. അതുകൊണ്ട് ആണുങ്ങൾക്ക് ഇത് എത്രമാത്രം എന്താ പറയുക കണക്റ്റ് ആവുമെന്ന് എനിക്കറിയില്ല. പക്ഷേ ഉറപ്പും ആയിട്ട് ഞാൻ പറയാം, അതുപോലെ നെഞ്ചി കൈവച്ച് എനിക്ക് 100% ഉറപ്പോടുകൂടി എനിക്ക് പറയാൻ പറ്റുന്ന ഒരു കാര്യമുണ്ട്. കേരളത്തിലെ എല്ലാവരും അനുഭവിക്കുന്ന ഒരു കാര്യമായിരിക്കും ഈ അമ്മായിമ്മ പോരും നാത്തും പോരും എല്ലാം. ഞാൻ അനുഭവിച്ചു വന്നിരുന്ന കാര്യങ്ങൾ അതുപോലത്തെ കാര്യങ്ങളായിരുന്നു. എൻ്റെ ജീവൻ തന്നെ നിലനിൽക്കാൻ കാരണം ഞാൻ അവിടെ നിന്ന് മാറി എന്നുള്ളതാണ്. അവിടെ നിന്ന് ആ ഒരു സ്ഥലം വിട്ട് എന്തൊക്കെ നഷ്ടം വന്നാലും വേണ്ടില്ല, അവിടെ നിന്ന് മാറാൻ കാണിച്ച ആ ഒരു ചങ്കൂറ്റമാണ് എനിക്ക് ഇപ്പം എൻ്റെ ജീവൻ നിലനിൽക്കാനുള്ളൊരു കാരണം എന്ന് പറഞ്ഞാൽ. എൻ്റെ ഹസ്ബൻഡൊക്കെ ആദ്യം ഒന്നും മനസ്സിലായിരുന്നില്ല എനിക്ക് അവിടെ നിന്ന് ഇത്രയും പീഡനങ്ങൾ നേരിടുന്നുണ്ട് എന്നുള്ള കാരണം എൻ്റെ ഹസ്ബൻഡിനെ അറിയില്ലായിരുന്നു. കാരണം എന്താണെന്ന് വെച്ചാൽ അദ്ദേഹത്തിൻ്റെ അമ്മയും അച്ഛനുമാണ്. അപ്പോൾ അത്രയും വർഷങ്ങൾ 30 വർഷങ്ങളോളം അച്ഛൻ്റെ അമ്മയുടെയും സംരക്ഷണത്തിലോ അല്ലെങ്കിൽ അച്ഛനെയും അമ്മയും സംരക്ഷിച്ചുകൊണ്ടിരിക്കുന്ന ഒരു മകന് ചിലപ്പോൾ അറിഞ്ഞെന്ന് വരില്ല ഇവർ ഇത്രയും ടോക്സിസ് ആണെന്നുള്ള കാര്യം. ചിലപ്പോൾ എന്താ പറയുക, അച്ഛൻ അമ്മയും എന്നെ ഇപ്പോൾ ചീത്ത പറയണം എൻ്റെ അച്ഛനും അമ്മയും, അത് എനിക്കും ഓക്കെ ആയിരിക്കും. പക്ഷെ എൻ്റെ ഭർത്താവിനെ ചിലപ്പോൾ ചീത്ത പറഞ്ഞാൽ ഭർത്താവിനത് ഓക്കെ ആവില്ല. കാരണം എപ്പോഴും അയ്യോ ഒരാളെ അപ്പം ഒരു ബന്ധം നിലനിർത്തണമെങ്കിൽ മരുമകളായിട്ട് തന്നെ കണ്ടാൽ മതി നിങ്ങൾ. അല്ലാണ്ട് എൻ്റെ മരുമകളല്ലേ എനിക്ക് തോന്നിയ പോലെ ചെയ്യാം, അങ്ങനല്ല. അവരൊരു വ്യക്തിയാണ്, അവർക്കുള്ളിലൊരു ജീവനുണ്ട്. അല്ലാണ്ട് അവർ പാവയൊന്നുമല്ല, അവർക്ക് ഫീലിങ്സ് ഉണ്ട്. നമ്മളെന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് വിഷമാവും എന്നുള്ളൊരു ബോധം വേണം ആദ്യം തന്നെ. ഇതില്ല, അങ്ങനൊരു ബോധമേ ആ വീട്ടിൽ ആർക്കും ഇല്ല. നമ്മൾ എന്ത് വേണമെങ്കിലും ചെയ്യാം, നമ്മൾ അവരെ അടിമ. നമ്മൾ എന്ത് ചെയ്താലും അവിടെ കാണാനില്ല, നമ്മളെന്ത് പണിയെടുത്താലും കാണാനില്ല. നമ്മൾ ആകെ 10,000 രൂപ എനിക്ക് അന്നേരം കിട്ടുന്ന സാലറി, അത് മൊത്തവും കൊണ്ടുപോയി കൊടുക്കുമെന്ന് പറയുമ്പോൾ ഒന്ന് ഓർത്ത് നോക്കി. വേറൊരാളാണെങ്കിൽ എന്താ പറയുക, അത് നീ എൻ്റെ കയ്യിൽ തന്നെ വെച്ചോ, നീ ജോലി എടുക്കുന്ന പൈസയില്ല നിൻ്റെ കയ്യിൽ തന്നെ വെച്ചോളാൻ പറയും. അവർക്ക് പൈസ മാത്രം മതി എന്നുള്ളതിൻ്റെ ഏക തെളിവാണത്. അവർ ആ പൈസ കറക്റ്റായിട്ട് എൻ്റെ കയ്യിൽ നിന്ന് കണക്ക് പറഞ്ഞ് മേടിച്ചെടുക്കും. അതിനകത്ത് 100 രൂപ കുറഞ്ഞാൽ പോലും അവർ ചോദിക്കും അത് എന്ത് എന്ന് ചോദിക്കും. അപ്പോൾ അത് കറക്റ്റായിട്ട് അവർ വാങ്ങിച്ചെടുക്കുന്നുണ്ട്. പക്ഷേ എന്താ പറയുക, എനിക്കൊരു വയ്യായ്ക വന്നാൽ അതിന് അവർക്ക് പൈസ ചിലവാക്കാനില്ല. കാരണം അതിന് ഉദാഹരണം ഞാൻ പറയും. നിങ്ങളെല്ലാവരും വിചാരിക്കുന്നുണ്ടാവും എന്താ ഇത്ര ഭയം, എന്തിനെത്ര പേടിക്കുന്നത്, കേരളമല്ലേന്ന്. കേരളം ആയതുകൊണ്ടാണ് എനിക്ക് ഇത്രയും പേടിക്കണ്ടേ. നിങ്ങൾ ആരും പത്രം കാണുന്നില്ലേ? ചില ആൾക്കാരെങ്കിലും അതിനകത്ത് വന്ന് പറഞ്ഞു അയ്യോ കേരളത്തിൽ വരാൻ എന്തിനാ പേടിക്കുന്നതെന്ന്. കേരളത്തിലായതുകൊണ്ടാണ്. കാരണം ഈ പത്രത്തിലുള്ള ഇത്രയും ന്യൂസുകൾ, എത്രയോ കേസുകൾ, ഇപ്പോൾ ഉത്തരയാണെങ്കിലും അതുപോലെ തന്നെ കുറേ കുട്ടികൾ, ഒരു ഡോക്ടർ കൊച്ചു മരിച്ചു, അതെല്ലാം എന്തോ അതിനിപ്പോൾ ശിക്ഷിച്ചിട്ട് എന്താ കാര്യം? ഇപ്പോൾ ഉള്ളത് 10 വർഷം 15 വർഷം ജയിലിൽ കൊണ്ടുവന്ന് ഇട്ട് അവരെ പോറ്റി ഇറക്കിയിട്ട് എന്താ കാര്യം? അല്ലെങ്കിൽ എന്താണ് അവർക്ക് നാണക്കേട് ഉള്ളത്? ഒരു നാണക്കേടുമില്ല. അവർ അഭിമാനപൂർവ്വം പിന്നെ ഒരു 10 വർഷം കഴിഞ്ഞോ 5 വർഷം കഴിഞ്ഞോ പുറത്തോട്ട് ഇറങ്ങി പിന്നെ അവർ വിവാഹം കഴിച്ച് അവർ തന്നെ ചെയ്യും അല്ലേ? അങ്ങനെ എന്നാ കണ്ടുവരുന്നത്. ഈ കേരളത്തിലായതുകൊണ്ടാണ് ഇത്രയും പ്രശ്നങ്ങൾക്ക് ഒരു പരിഹാരവും ഇല്ല. സ്ത്രീകളുടെ ഒരു പ്രശ്നത്തിനും ഒരു പരിഹാരവും ഇവിടെ ഇല്ല. സത്യം പറഞ്ഞാൽ സ്ത്രീകൾക്ക് നേരെ ആർക്ക് വേണേലും അക്രമം അഴിച്ചു വിടാം, എല്ലാം കൊണ്ടുകൊണ്ട് സ്ത്രീ നിന്നോളണം, അങ്ങനൊരു നിലപാടാണ്. ഒരിക്കലും ഞാൻ ഈ പറയുന്ന കാര്യങ്ങൾക്കൊന്നും തെളിവില്ല എന്ന് നിങ്ങൾ വിചാരിക്കണ്ട.
ഒരു തെളിവും ഇല്ലാണ്ട് ഒരു ഒരു രേഖകളും ഇല്ലാണ്ട്, അല്ലെങ്കിൽ ഇതിനെതിരെ ഞാൻ ഈ പറയുന്ന കാര്യങ്ങൾക്ക് എനിക്ക് കറക്റ്റായിട്ടൊരു ഇതില്ലാണ്ട് ഞാൻ നിങ്ങളുടെ മുമ്പിൽ വന്നിരുന്ന് ഇങ്ങനെ സംസാരിക്കില്ല. എൻ്റെ കയ്യിൽ പൂർണ്ണമായിട്ടുള്ള എവിഡൻസ് ഉണ്ട്. അവരുടെ വിചാരമൊക്കെ എന്തായിരിക്കും, 7 വർഷമായില്ലേ എൻ്റെ കയ്യിൽ ഒന്നും ഇല്ലായിരിക്കുന്ന. പക്ഷെ ഇന്നും ഞാനത് സൂക്ഷിക്കുന്നുണ്ട്. ഏത് നുണപരിശോധനയോ ഇനി എന്ത് പരിശോധന നടത്തിയാലും എനിക്കിത് തന്നെ പറയാനുള്ളൂ. കാരണം ഞാൻ അനുഭവിച്ച കാര്യങ്ങളാണ്. എനിക്ക് എന്തൊക്കെയോ പറയണം എന്നുണ്ട് നിങ്ങളുടെ അടുത്ത്. പക്ഷെ എനിക്ക് കുറേ കാര്യങ്ങൾ ഇങ്ങനെ മനസ്സിൽ കെട്ടിക്കിടന്നിട്ട് എനിക്ക് പുറത്തോട്ട് പറയാൻ പറ്റുന്നില്ല. ഇതേ സിറ്റുവേഷൻ ആയിരുന്നു എനിക്ക് അവിടെ നിന്നപ്പോഴും. കാരണം ഞാൻ പെരുമ്പാവൂരുകാരിയാണ്. ഞാൻ കുറേ നാട് മാറിയുള്ളൊരു സ്ഥലമാണ് എറണാകുളം. അത്ര ദൂരത്തുനിന്ന് പത്തനംതിട്ട ജില്ലയിൽ പന്തളം എന്ന് പറഞ്ഞ സ്ഥലത്തേട്ട് വന്നു കഴിഞ്ഞപ്പോൾ എനിക്ക് ഇവിടെ ആരെയും അറിയത്തില്ല. അല്ലെങ്കിൽ തന്നെ എനിക്ക് ഈ എറണാകുളത്ത് ജീവിക്കുന്ന, ഞാൻ എറണാകുളം പോലും കാണാത്തൊരു വ്യക്തിയാണ്. പെട്ടെന്ന് എനിക്ക് ഇവിടെ വരേണ്ടി വന്നപ്പോൾ എനിക്ക് എല്ലാവരും കണ്ടപ്പോൾ, ഒന്നാമത്തേന് എനിക്ക് 21 വയസ്സേ ഉള്ളൂ. ഞാൻ എന്ത് അക്രമം ചെയ്യാനായി ഇവരുടെ ഇടയിൽ? ഇവരെ 6 അടി പൊക്കമുണ്ട് എൻ്റെ ഭർത്താവിൻ്റെ ചേട്ടന്. അതുപോലെ സൈസ് ഉണ്ട് എൻ്റെ ചേട്ടത്തിയമ്മയ്ക്ക്. അതുപോലെ തന്നെ നാവിനൊരു 12,000 നീളമുണ്ട് എൻ്റെ അമ്മായിയമ്മയ്ക്ക്. ഇവരൊക്കെ ഞാൻ എന്തോ ചെയ്യാൻ പറ്റും? നമ്മളവിടെ നിന്ന് അനുഭവിക്കുക അല്ലാണ്ട് വേറൊരു രക്ഷയുമില്ല. അനുഭവിച്ച് ലാസ്റ്റ് ഒരു ദിവസം ഞാൻ ICUവിലാവേണ്ട ഒരു ഇൻസിഡൻറ്റ് അവിടെ ഉണ്ടായി. അന്നേരം ഡോക്ടർ എന്നോട് പറഞ്ഞാണ്, മര്യാദയ്ക്ക് ഇത് കേസാക്കാം. കാരണം ഇങ്ങനെ ആയിക്കഴിഞ്ഞാൽ നാളെ ഇങ്ങനെ ചെറിയ ഇൻസിഡൻറ്റ് ഉണ്ടായാണ് വലിയ ഇൻസിഡൻറ്റും വലിയ കൊലപാതകം വരെ എത്തുന്നത്. അപ്പം നമുക്കിത് കേസാക്കാം എന്ന് പറഞ്ഞു. ഞാൻ 5 ദിവസമാണ് ICU കിടന്നത്. 1-2 ദിവസമല്ല, 5 ദിവസം. എന്തായാലും ഒരു കുഴപ്പമില്ലാത്തൊരു വ്യക്തി പോയി ICU കിടക്കേണ്ട ആവശ്യമില്ലല്ലോ. ആ വീട്ടിൽ വരുന്നവരെ എനിക്ക് യാതൊരു അസുഖങ്ങളും ഇല്ല, എനിക്ക് യാതൊരു പ്രശ്നങ്ങളും ഇല്ലാത്തൊരു വ്യക്തിയായിരുന്നു ഞാൻ. പക്ഷെ എനിക്ക് പെട്ടെന്ന് ഇവർ ഉണ്ടാക്കിയ ഈ പ്രശ്നങ്ങൾ കാരണം എനിക്ക് ICUവിലാവേണ്ട അവസ്ഥ വരെ വന്നു. നമ്മുടെ നാട്ടിൽ, അല്ലെങ്കിൽ നമ്മുടെ നാട്ടിൽ നടക്കുന്ന, അല്ലെങ്കിൽ നമ്മുടെ 15 വീടിൻ്റെ അടുത്തുള്ള കാര്യങ്ങളെ നമുക്കറിയാൻ പറ്റത്തുള്ളൂ. അതിനപ്പുറത്തോട്ട് എന്താണ് 16ാമത്തെ വീട്ടിൽ എന്താ നടക്കുന്നതെന്ന് നമുക്കറിയാൻ പറ്റത്തില്ല. കാരണം ഒന്നാമതേന് തിരക്ക് പിടിച്ച ജീവിതം, എല്ലാവരും ഹാപ്പി ആയിരിക്കും എന്ന് നമ്മൾ വിചാരിക്കുന്നത് അല്ല. ഓരോ ആൾക്കാരും പറയാത്ത കാര്യങ്ങളുണ്ടാവും, നാണക്കേട് കൊണ്ടൊക്കെ ആൾക്കാർ പറയാത്തത്. ഞാൻ തന്നെ ഈ ICU കിടന്ന സംഭവം ആരെങ്കിലും ചോദിച്ചാൽ ഞാൻ അതങ്ങ് വിട്ട് കളയാറേ ഉള്ളൂ. വേണ്ട, എന്തിനാ അതിനെക്കുറിച്ചൊരു ഡീറ്റെയിൽ വേണ്ടല്ലോ എന്ന് വിചാരിച്ച്. കല്യാണം കഴിഞ്ഞ് 7 മാസം ഞാൻ ആ വീട്ടിൽ നിന്നുള്ളൂ. കല്യാണം കഴിഞ്ഞ് ആകെ 2ാമത്തെ മാസം പോലും ആയിട്ടില്ല. അപ്പം തന്നെ ഞാൻ ICUവിലാവുന്ന ആ സംഭവം വന്നു ചേർന്നു കേട്ടോ. ആ സംഭവം തീർച്ചയായിട്ടും ഞാൻ നിങ്ങളോട് പറയാം. ഹോസ്പിറ്റലിൽ കിടന്ന ഈ സംഭവം എന്ന് പറഞ്ഞാൽ ഡോക്ടർ എന്നോട് പറഞ്ഞാണ്. ബോധം വന്നു കഴിഞ്ഞപ്പോൾ എന്നോട് പറഞ്ഞു, എന്നോട് ചോദിച്ചു എന്താണ് സംഭവം. കാരണം ഞാൻ ഈ അബോധാവസ്ഥയിൽ കിടന്നിട്ട് പല കാര്യങ്ങളും പിച്ചും പെയ്യായിട്ട് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ എൻ്റെ അടുത്ത് ഞാനിങ്ങനെ സംസാരിക്കുന്ന കാരണം എൻ്റെ അടുത്ത് ഒരു സിസ്റ്റർ ഇങ്ങനെ നിർത്തിയേക്കുവാണ്, ഞാൻ എന്ത് ഈ പറയണത് എന്ന്. അപ്പോൾ എൻ്റെ അബോധാവസ്ഥയിൽ ഞാനിങ്ങനെ വിളിച്ച് പറയുക, പെട്ടെന്ന് എണിക്കുക, ബോധമില്ല എനിക്ക് അന്നേരം. അപ്പോൾ പെട്ടെന്ന് ഞെട്ടി എണിക്കുക, അങ്ങനത്തെ ഒക്കെ സംഭവങ്ങൾ എൻ്റെ ഇങ്ങനെ കടന്നു പോയിട്ടിരിക്കുക. ഹോസ്പിറ്റലിൽ കിടക്കണം, ആ ഒരു ബെഡിൽ കിടന്നിട്ട് തന്നെ, ICUവിലെ ബെഡിൽ കിടന്നിട്ടാന്ന് ഓർക്കണം. അപ്പോഴൊക്കെ ഡോക്ടർ അന്നേരം തന്നെ ഞാൻ പെട്ടെന്ന് എനിക്കങ്ങ് പാനിക്കാവും. പെട്ടെന്ന് പാനിക്കായിട്ട് വല്ലാണ്ട് ഞാൻ പ്രകടിപ്പിച്ചിരുന്നു ആ സമയത്ത്. അപ്പോൾ ഡോക്ടർ ഓടി വരും. അപ്പോൾ ഈ അബോധാവസ്ഥയിൽ തന്നെ ഡോക്ടർ എന്നോട് പറഞ്ഞ് റിലാക്സ് ആയിട്ട് എന്നോട് സംസാരിക്കാൻ പറഞ്ഞു. കുറേ മണിക്കൂർ കണക്കിന് എൻ്റെ അടുത്ത് ഇരുന്ന്, എനിക്ക് തോന്നുന്നു 5 മണിക്കൂറിന് അടുപ്പിച്ച് എൻ്റെ അടുത്ത് ഇരുന്നു. എൻ്റെ അടുത്തൊരു ഡോക്ടർ ഇരുന്നിട്ട് എൻ്റെ അടുത്ത് കൈയൊക്കെ പിടിച്ച് സമാധാനിപ്പിച്ച് എന്നോട് സംസാരിക്കുവാണ്. അപ്പോഴും എനിക്ക് ഭയം കൊണ്ട് എനിക്ക് പറയാൻ പറ്റുന്നില്ല, ഈ വാക്കുകൾ കിട്ടുന്നില്ല എനിക്ക്. ഞാൻ അധികം ആരോട് സംസാരിക്കുന്ന ഒരു വ്യക്തിയല്ല. എനിക്ക് ഇതുപോലെ ക്യാമറ നോക്കിയോ അല്ലെങ്കിൽ എനിക്ക് ഇതുപോലെ മൈക്ക് വെച്ചോ എനിക്ക് അങ്ങനെ സംസാരിച്ചോ വല്ല പരിചയമൊന്നുമില്ല. അത് നിങ്ങൾക്ക് എത്രമാത്രം ഫീൽ ചെയ്യുമെന്ന് എനിക്കറിയില്ല. അതുകൊണ്ട് ഡോക്ടറിൻ്റെ തൊട്ടടുത്തിരുന്നിട്ട് എന്നോട് ചോദിച്ചു, എനിക്ക് ഞാനൊന്നുമില്ല, എൻ്റെ വയറ്റിൽ പോലും ഒരു സാധനമില്ല സ്കാൻ ചെയ്തിട്ട്. ആഹാരം എന്ന് പറഞ്ഞൊരു സാധനം ഒരു വറ്റ് പോലും എൻ്റെ വയറ്റിൽ പോലും ഇല്ല. നേരം വെളുത്തുണ്ടാവുന്ന ഒരു ചെറിയൊരു ഇൻസിഡൻറ്റുമ്പോൾ തുടങ്ങിയ വിഷയമാണ് അത് വലിയ വഴക്കായി ICU വരെ എത്തിച്ചത്. അന്നേരം ഞാൻ എല്ലാ കാര്യങ്ങളും എൻ്റെ ജീവിതത്തിൽ അതുവരെ ഉണ്ടായ എല്ലാ കാര്യങ്ങളും ഞാൻ ആ ഡോക്ടറെ അടുത്ത് പറഞ്ഞു. ഡോക്ടറാണ് എൻ്റെ ഹസ്ബൻഡിനെ വിളിച്ചിട്ട് പറഞ്ഞു, എത്രയും പെട്ടെന്ന് ഈ പ്രശ്നം ഇവിടെ ഒതുങ്ങി തീരുമെന്ന് നിങ്ങൾ വിചാരിക്കേണ്ട, പെട്ടെന്ന് ഈ കുട്ടിയുടെ അച്ഛനെ അമ്മേനെ അറിയിച്ചോളൂ. കാരണം ഒന്നാമതിന് ക്രിട്ടിക്കലാണ് അവൾ. മാത്രമല്ല കുട്ടി ഒരുപാട് ഇതാവുന്നുണ്ട്, സ്ട്രെസ് ആവുന്നുണ്ട്. നിങ്ങളുടെ അടുത്ത് പറഞ്ഞിട്ട് കാര്യമുണ്ടെന്ന് തോന്നുന്നില്ല, കുട്ടിയുടെ അച്ഛനെ അമ്മേനെ വിളിച്ചോളാൻ പറഞ്ഞു. അങ്ങനെയാണ് എൻ്റെ അച്ഛനെ അമ്മയെ അറിയിക്കുന്നത്. അവരവിടെ നിന്ന് വരുന്നത്. അവരവിടെ നിന്ന് വന്നിട്ടും എൻ്റെ ഈ ഹസ്ബൻഡിൻ്റെ അമ്മയും അച്ഛനും ഒന്നും ഇത്രയും ചെയ്തിട്ടും, അവരെന്നോട് ഇത്രയും ചെയ്ത് ക്രൂരത ചെയ്ത് ഞാൻ ഹോസ്പിറ്റലായിട്ട് പോലും അവരൊന്നും എൻ്റെ വീട്ടിൽ പോലും അവരെ കയറ്റി കിടത്താൻ അവർ സമ്മതിച്ചില്ല. ഇവരെവിടെയെങ്കിലും പോയിക്കോട്ടെ എന്നുള്ള രീതിയിൽ അവർ ആ പെരുവഴിയിൽ ഉപേക്ഷിച്ച് അവിടെ വീണ്ടും വഴക്കുണ്ടാക്കിക്കൊണ്ടിരിക്കുക. ആ ഹോസ്പിറ്റലിൽ വീണ്ടും ഇവർ നിന്ന് വഴക്കുണ്ടാക്കിക്കൊണ്ടിരിക്കുക. ഞാനതെന്നും ഓർക്കുന്നു.
എനിക്ക് ബോധം വന്നപ്പോഴെല്ലാം എന്നോട് ഈ നഴ്സുമാരാണെങ്കിലും ഈ ഡോക്ടറാണെങ്കിലും എന്നോട് പറഞ്ഞു തരുന്നത് ഇത് തന്നെ. കൊച്ചെ, നീ വല്ല വിധേന കേസും കൊടുത്തേച്ചും നീ നിന്റെ കാര്യം നോക്കി പോയിക്കോ. കാരണം ഇവിടെ നിന്നാ ഒരു ഗ്യാരണ്ടി, ഒരു അഷ്യൂറൻസ് നിനക്ക് പറഞ്ഞു തരാൻ പറ്റത്തില്ല. കാരണം ഇനി നീ ജീവനോടെ ഉണ്ടാവോ ഒന്നും പറയാൻ പറ്റത്തില്ല മോളെ. നീ ഇപ്പോഴത്തെ കാര്യങ്ങളൊക്കെ അറിഞ്ഞൂടെ, നിനക്ക് അറിഞ്ഞൂടെ ഇത്രയും പ്രശ്നങ്ങളാണ്. അന്ന് ആ കെവിൻ്റെ ഒരു കൊലപാതകം, അതായത് ഈ മതത്തെ ചൊല്ലിയിട്ട് കൊലപാതകമൊക്കെ നടന്നൊരു സമയമാണ് കേട്ടോ. നീതു കെവിൻ ആ ഒരു കേസൊക്കെ നടക്കുന്ന ഒരു സമയമാണ്. വെട്ടിക്കൊലപ്പെടുത്തിയ ആ ഒരു കേസ്. അത് തന്നെ അവരെന്നോട് പറഞ്ഞേ, മോളെ നീ ഇനി അധികം നാൾ ഇവിടെ നിൽക്കണ്ട, മോള് പോയിക്കോ. അത് കഴിഞ്ഞ് എൻ്റെ ഹസ്ബൻഡിനെയും വിളിച്ചിട്ട് പറഞ്ഞു, ഈ കുട്ടീനെ നിങ്ങളിപ്പോൾ ഗൾഫുകാരനാണ്, നിങ്ങൾ തിരിച്ചു പോകും. അത് ഇനി കുഞ്ഞിന് വരുന്ന കാര്യങ്ങൾ എന്താണെന്ന് നമുക്ക് ആർക്കും പ്രവചിക്കാനൊന്നും പറ്റത്തില്ല. ഒന്നെങ്കിൽ താനൊരു കാര്യം ചെയ്യും, അതിൻ്റെ വീട്ടിൽ കുന്നാക്കുക. അപ്പോൾ എൻ്റെ ഹസ്ബൻഡ് പറഞ്ഞു വീട്ടിലോട്ട് തിരിച്ചു പോകാൻ പറ്റത്തില്ല, പ്രേമിച്ച് വിളിച്ചിറക്കി കൊണ്ടുവന്ന പെൺകുട്ടിയാണ്. അപ്പോൾ പറഞ്ഞു ഓക്കെ എന്നാൽ ശരി, നിങ്ങൾ നിങ്ങളുടെ ജോലി സ്ഥലത്ത് കൊണ്ടുപോകാൻ പറഞ്ഞു. അപ്പോൾ എൻ്റെ ഹസ്ബൻഡ് പറഞ്ഞു എനിക്ക് അതിനുള്ള വരുമാനമില്ല തൽക്കാലം, പിന്നീട് എപ്പോഴെങ്കിലും കൊണ്ടുപോകാമെന്നല്ലാണ്ട് ഇപ്പോഴും കൊണ്ടുപോകാനുള്ള വരുമാനം ഇല്ല എന്ന് പറഞ്ഞു. അപ്പം എൻ്റെ ആ ഡോക്ടർ പറഞ്ഞു, എന്നെ നോക്കിയിരുന്ന ആ ഡോക്ടർ പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ, അന്നൊരു കാര്യം ചെയ്യും, ഒരു ഹോസ്റ്റലിലാക്കിയിട്ട് പോകും, ഒരു കാരണവശാലും തനിയെ ഈ കുട്ടീനെ അവിടെ ആക്കിയിട്ട് പോകരുത്. ഇപ്പം നിങ്ങളുള്ളതുകൊണ്ട് ഈ സംഭവങ്ങൾ കണ്ട് ഇവിടെ ഹോസ്പിറ്റലിൽ എത്തിക്കാനെങ്കിലും പറ്റി. ഇനി കുറച്ചുകൂടെ വൈകി പോയായിരുന്നു ചിലപ്പോൾ ഒരു സൈഡ് പാരലൈസ് ആയി പോയേനെ. കാരണം ഇനിയും അവിടെ നിന്ന് ഇവർ ഹോസ്പിറ്റലിൽ കൊണ്ടുവന്ന് എത്തിച്ചില്ല, ചിലപ്പോൾ അത് മരണത്തിൽ വരെ കലാശിച്ചേനെ സംഭവം എന്നാണ് എൻ്റെ ഹസ്ബൻഡിൻ്റെ അടുത്ത് പറഞ്ഞത്. അത് ഞാൻ എന്നോട് ചോദിച്ചു എന്താ ചെയ്യണ്ടേ, എൻ്റെ സിറ്റുവേഷൻ, എൻ്റെ ഈ ഹെൽത്ത് സിറ്റുവേഷനൊക്കെ എന്നോട് പറഞ്ഞു തന്നു, നിൻ്റെ ഹെൽത്ത് സിറ്റുവേഷൻ ഇങ്ങനാണ് എന്നല്ല. അപ്പം ഞാൻ പറഞ്ഞു വേണ്ട, കേസ് വേണ്ട. കാരണം ഞാൻ വന്നിട്ട് ഇപ്പോൾ ഒരു മാസം കഴിഞ്ഞിട്ട് പോലും ഇല്ല, തികച്ച്. അതായത് ഞാൻ മെയ് 9 വീട്ടിലോട്ട് വന്നേണു, ജൂൺ പോലും ആയിട്ടില്ല. ജൂൺ എൻ്റെ ഹസ്ബൻഡിൻ്റെ ബർത്ത്ഡേ കഴിഞ്ഞ് ജസ്റ്റ് ദിവസങ്ങളേ ആയിട്ടുള്ളൂ. അപ്പോൾ തന്നെ നമ്മൾ ഒരാൾക്കെതിരെ നമ്മൾ ഇങ്ങനെ ആ വീട്ടിൽ ഇനിയും എനിക്ക് ജീവിക്കണമെന്ന് ആഗ്രഹമുണ്ട്. എൻ്റെ ഹസ്ബൻഡിൻ്റെ കൂടെ സമാധാനമായിട്ട് ആ വീട്ടിൽ ജീവിക്കണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. അപ്പോൾ എനിക്ക് കേസും വഴക്കൊക്കെ ആയിട്ട് പോയി കഴിഞ്ഞാൽ അത് എന്താവുമെന്ന് എനിക്ക് അറിയത്തില്ല. പിന്നെ ഇവർ ചെയ്യുന്ന കാര്യമൊന്നും എൻ്റെ ഹസ്ബൻഡിൻ്റെ അടുത്ത് എനിക്ക് ഒരുപാട് പറയാൻ പറ്റത്തില്ല. കാരണം ഒന്നാമത്തേന് ആ വീട്ടിൽ കുടുംബകലഹം, കൂടുതൽ കലഹങ്ങളുണ്ടാവും. കാരണം എൻ്റെ ഹസ്ബൻഡിനൊരു ക്ഷമയില്ലാത്ത ഒരാളാണ് ഞാൻ മനസ്സിലാക്കി വെച്ചിടത്തോളം. അപ്പോൾ ഞാൻ വിചാരിച്ചു വേണ്ട, എൻ്റെ ഹസ്ബൻഡ് ഇതൊന്നും അറിയാൻ പാടില്ല. ഞാൻ ഡോക്ടറെ അടുത്ത് പറഞ്ഞപ്പോഴും അത് തന്നെ പറഞ്ഞത്, ദയവ് ചെയ്ത് എൻ്റെ ഹസ്ബൻഡിനോട് ഇതൊന്നും പറയരുത്. ആളവിടെ ഇങ്ങനെ ചോദ്യം ചെയ്യുക, കാര്യങ്ങൾ ചെയ്യുക, കൂടുതൽ വഴക്കാവും. എങ്ങനെയും ആൾ പോവാൻ നിൽക്കുക, ആളെങ്ങനെയും പോയിക്കോട്ടെ. അപ്പോൾ എന്നോട് പറഞ്ഞു അവനും കൂടി പോയി കഴിഞ്ഞാൽ നിന്റെ കാര്യത്തിൽ തീരുമാനമാവും. അപ്പോൾ നീ എത്രയും പെട്ടെന്ന് ഇവിടെ രക്ഷപ്പെടുക, എങ്ങനെ രക്ഷപ്പെടുക എന്നൊക്കെ എന്നോട് ചോദിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു ഇല്ല, എൻ്റെ ലൈഫ് പോയാലും കുഴപ്പമില്ല, എൻ്റെ ജീവൻ പോയാലും കുഴപ്പമില്ല, എനിക്കല്ലെങ്കിലും അറിയാം ഞങ്ങളായാലും ഒരാളെ ജീവിക്കാൻ പറ്റത്തുള്ളൂ, സാരമില്ല, ഞാൻ തന്നെ ആയിക്കോട്ടെ, ഞാൻ അത് അനുഭവിക്കാൻ തയ്യാറാണ് എന്ന് തന്നെ ഞാൻ പറഞ്ഞു. കേസായിട്ട് എന്തായാലും മുന്നോട്ട് പോകുന്നില്ല, തുടർന്ന് എനിക്കവിടെ ജീവിക്കണം എന്നുള്ള ആവശ്യം പറഞ്ഞ് ഞാൻ ഡോക്ടറെ അടുത്ത് പറഞ്ഞു. അത് ഞാൻ എന്നോട് പറഞ്ഞു എന്താവശ്യം ഉണ്ടെങ്കിലും എന്നെ വിളിക്കണം, ഈ ഹോസ്പിറ്റലിലോട്ട് വിളിക്കണം, എന്ത് ഫർദർ എന്തെങ്കിലും ഇതുണ്ടെങ്കിൽ. ഇപ്പോഴും ആ ഹോസ്പിറ്റലിൽ അതിൻ്റെ തെളിവുകളെല്ലാം കിടക്കുന്നുണ്ട്. എന്നിട്ട് ആ ഡോക്ടർ പറഞ്ഞു എന്നെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ്, ഞാൻ സാധാരണ ഫീസ് മേടിച്ചിട്ടാണ് ഇങ്ങനെ കൗൺസിലിംഗ് ഒക്കെ ചെയ്യാറ്, പക്ഷെ ഞാനൊരു കാര്യം ചെയ്യാം, നിങ്ങളുടെ വീട്ടുകാരെയും അതുപോലെ തന്നെ എൻ്റെ ഹസ്ബൻഡിൻ്റെ വീട്ടുകാരെയും എല്ലാവരെയും പിടിച്ച് ഞാനൊരു കൗൺസിലിംഗ് കൊടുക്കാമെന്ന് പറഞ്ഞു. ആ ദിവസം എന്ന് പറഞ്ഞാൽ സൺഡേയാണ്, പിറ്റേ ദിവസം സൺഡേ ഡോക്ടറിന് വരേണ്ട ആവശ്യമൊന്നുമില്ല, അന്ന് ലീവുള്ള ദിവസം. എന്നിട്ടും എൻ്റെ ഈ ഒരു അവസ്ഥ കണ്ട്, എൻ്റെ ഈ മാനസികാവസ്ഥ കണ്ടിട്ട് ഡോക്ടർ രാവിലെ വന്നിട്ട് രാവിലെ തൊട്ട് വൈകുന്നേരം 6 മണി വരെ എൻ്റെ ഹസ്ബൻഡിൻ്റെ വീട്ടുകാർക്ക്, അച്ഛന്, അമ്മയ്ക്ക്, ചേട്ടന്, ചേട്ടത്തി അമ്മയ്ക്ക്, ഇവർക്ക് 4 പേർക്ക് കൗൺസിലിംഗ് കൊടുത്തു. എൻ്റെ അച്ഛനെയും അമ്മേനെയും കണ്ട് അവരോട് സംസാരിച്ചു. അന്നേരം പറഞ്ഞൊരു കാര്യമുണ്ട്, അവരെ ഹസ്ബൻഡ് ആൻഡ് വൈഫ് അവരെ വിട്ടേരെ, നിങ്ങൾ അവരെങ്ങനെയും ജീവിച്ചോട്ടെ, നിങ്ങൾ അവരെ ഒന്നിനും നിർബന്ധിക്കണ്ട, ഒരു ജാതിയിലോട്ടോ മതത്തിലോട്ടോ ചേർക്കാനും നോക്കണ്ട, അവരെ അനുസരിപ്പിക്കാനും നിൽക്കണ്ട, ഒന്നിനും നിൽക്കണ്ട. ആ പെങ്കൊച്ച് അവിടെ എങ്ങനെയും ജീവിച്ച് പോയിക്കോട്ടെ, അതൊരു ചെറിയ ജീവനല്ലേ, ഒരു ചെറിയ പെങ്കൊച്ചല്ലേ, അവൾ എന്ത് നിങ്ങളെ ചെയ്യാനാ എന്നൊക്കെ ചോദിച്ച് ഒരുപാട് കാര്യങ്ങൾ സംസാരിച്ചു. അതുപോലെ തന്നെ അവരുടെ അമ്മയുടെ അടുത്ത് പറഞ്ഞു, അമ്മേ നിങ്ങളിങ്ങനെ, എന്നാ അമ്മായിമ്മയുടെ മുഖത്ത് നോക്കിയാൽ തന്നെ അറിയാം അവർക്ക് എന്നോട് എത്രമാത്രം വൈരാഗ്യം ഉണ്ടത്. അന്നേരം ആ ഡോക്ടർ പറഞ്ഞൊരു കാര്യമുണ്ട്, ഒന്ന് ചിരിക്കാം, അമ്മയ്ക്കൊന്ന് ചിരിക്കാം കേട്ടോ, ഇങ്ങനെ ഒന്നും ആ കുട്ടിയുടെ അടുത്ത് അങ്ങനെ കാണിക്കേണ്ട കാര്യമില്ല, അതൊരു ചെറിയ കുട്ടിയല്ലേ. ഞാൻ ഈ ICU കിടക്കുന്ന കാലഘട്ടം എനിക്ക് ഒരു ഓർമ്മയും വെളിവൊന്നും ഇല്ലാത്തൊരു കാലഘട്ടമാണ്. എൻ്റെ അച്ഛനും അമ്മയൊക്കെ വരുന്നുണ്ട്, എന്നെ ICU കയറി കാണുന്നുണ്ട്. അന്നേരം എൻ്റെ അമ്മ പറയുന്നുണ്ട് സാരമില്ല, എങ്ങനെയും ഞങ്ങളുടെ കൂടെ വാ, ഞാൻ കൊണ്ടുപോവാം മോളെ, കഴിഞ്ഞെല്ലാം പോട്ടെ, സാരമില്ല, മറന്നേരെ, അത് നമുക്ക് തിരിച്ചു പോവാം മോളെ എന്ന് പറയുന്നുണ്ട്. അപ്പം ഞാൻ പറയുന്നുണ്ട്, എൻ്റെ ഓർമ്മ എനിക്ക് പറയാൻ പോലും പറ്റുന്നില്ല. എന്നിട്ട് ഞാൻ പറയുന്നുണ്ട് അമ്മയുടെ അടുത്ത്, അമ്മ ഞാൻ വരുന്നില്ല, എന്നെ വിട്ടേരെ, എൻ്റെ ലൈഫ് പോയി, എന്നെ വിട്ടേരെ.
അമ്മ പോയിക്കോ എന്ന് പറയുന്നുണ്ട്. അപ്പോഴും എന്നോട് പറയുന്നുണ്ട്, നീ കൂടെ വാ, സാരമില്ല, നീ തെറ്റുപറ്റിയെന്നൊന്നും വിചാരിക്കണ്ട, സാരമില്ല, വിട്ടേരെ എന്ന് പറയുന്നുണ്ട്. പക്ഷെ എനിക്ക് ജീവിക്കാനുള്ള കൊതി, എൻ്റെ ഹസ്ബൻഡിൻ്റെ കൂടെ എനിക്ക് എങ്ങനെയും ജീവിക്കണം. ഞാൻ അന്ന് ചെറുതല്ലേ, എനിക്ക് ചെറിയ ചെറിയ ആഗ്രഹങ്ങളേ ഉള്ളൂ, എങ്ങനെയും ഒന്ന് ജീവിക്കണം, അത്രയേ ഉള്ളൂ. ജീവൻ പോണം, അങ്ങനെ എങ്ങനെയും ഒന്ന് മുന്നോട്ട് പോകണം, അത്രയേ ഉള്ളൂ. ഞാൻ പറഞ്ഞു, അമ്മ ഞാൻ വരുന്നില്ല. അപ്പോഴും ഇവർ ഇത്രയും ഞാൻ പറ്റി, ഇവർ കാരണമാണ് ഞാൻ ICUക്ക് എടുക്കുന്നത്. എന്നിട്ട് ഇവർക്ക് യാതൊരു കുലുക്കവും ഇല്ല, ഇവർക്ക് യാതൊരു ഇതുമില്ല. എൻ്റെ വീട്ടിൽ നിന്ന് പെരുമ്പാവൂരിൽ നിന്ന് എന്നെ കാണാൻ പത്തനംതിട്ട എൻ്റെ അച്ഛനും അമ്മയും വന്നിട്ട് പോലും ഇവർ രാത്രിയായി വന്നപ്പോൾ കേട്ടോ, എൻ്റെ അച്ഛനും അമ്മയും വന്നപ്പോൾ ഇവിടെ എത്തിയപ്പോൾ രാത്രിയായി. എന്നിട്ട് പോലും ആ വീട്ടിലോട്ട് കൊണ്ടുവന്ന് കിടത്തുമല്ലേ ചെയ്യണ്ടേ, എന്നിട്ട് പോലും അവരങ്ങനെ പോലും കിടത്താണ്ട് എൻ്റെ അച്ഛനെ വേറൊരു വീട്ടിൽ, ആരുടെയോ ഒരു വീട്ടിൽ, അമ്മ വേറൊരു വീട്ടിൽ, അമ്മയും അനിയത്തിയും. അപ്പോൾ അങ്ങനെയൊക്കെയാണ് ഇവർ താമസിപ്പിച്ചത്. ഞാൻ ഇതെല്ലാം ICUന്നൊക്കെ അറിയാൻ കഴിഞ്ഞാട്ടോ ഇതൊക്കെ ഞാൻ അറിയണം. ഞാൻ വളരെ വൈകിയാണ് ഞാനിതൊക്കെ അറിയുന്നത്. അപ്പം നിങ്ങൾ വിചാരിക്കും ഇവരെ ഏൽപ്പിച്ച് കൊടുത്തായിരിക്കും അച്ഛനാന്ന് അങ്ങോട്ട് പോട്ടെ. അങ്ങനെയല്ല, ഇവരവിടെ കിടന്ന് അങ്ങ് പ്രശ്നം ഉണ്ടാക്കുക. എൻ്റെ വീട്ടിലോട്ട് വരാൻ പറ്റത്തില്ല, അച്ഛനും അമ്മയൊന്നും ഇവളുടെ അച്ഛനും അമ്മയൊന്നും എൻ്റെ വീട്ടിലോട്ട് വരാൻ പറ്റത്തില്ല. അങ്ങനെ പറഞ്ഞാൽ അങ്ങ് പ്രശ്നം ഉണ്ടാക്കുക, അങ്ങ് ഭയങ്കര ഒച്ചപ്പാടും ബഹളമൊക്കെ. അപ്പോൾ കുറേ ബന്ധുക്കാർ, എൻ്റെ ഹസ്ബൻഡിൻ്റെ തന്നെ കുറേ ബന്ധുക്കാരൊക്കെ അവിടെ വന്നിട്ടുണ്ടോ എന്നെ കാണാനായിട്ട്, ICU കിടക്കുന്ന എന്നെ കാണാൻ. അപ്പോൾ അവർ തന്നെ അങ്ങ് തീരുമാനം എടുക്കുമായിരുന്നു, ഒരു കാര്യം ചെയ്യാം, അച്ഛനെ ഒരാൾ കൊണ്ടുപോവാം, പിന്നെ അമ്മയെ അനിയത്തിനെ വേറൊരാൾ കൊണ്ടുപോവാം. അങ്ങനെ അവരങ്ങ് തീരുമാനം ആവുമായിരുന്നു. അതുമാത്രമല്ല, ഡിസ്ചാർജ് ആവണ ദിവസം എന്നോട് ഡോക്ടർ പറഞ്ഞു, ഇപ്പോൾ ഓക്കെ അല്ലേ, മെൻ്റലി ഓക്കെ അല്ലേ, ഇപ്പം ഞാൻ എല്ലാ കൗൺസിലിംഗ് കൊടുത്തിട്ടുണ്ട്, റെഡി ആവുമെന്ന് എനിക്ക് ഉറപ്പ് പറയാൻ പറ്റത്തില്ല, ഈ ഒരു കാര്യത്തിൽ ഉറപ്പ് പറയത്തില്ല എന്ന് എന്നോട് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു, സാരമില്ല, ഞാൻ എങ്ങനെയും പിടിച്ചു നിൽക്കും എന്ന് ഞാൻ പറഞ്ഞു. അപ്പം എൻ്റെ അമ്മായിമ്മ അവിടെ നിൽക്കുന്നുണ്ട്. അപ്പോഴെന്നെ ഇങ്ങനെ തുറിച്ച് നോക്കിക്കൊണ്ട് നിൽക്കുക കേട്ടോ. അപ്പോൾ ഡോക്ടർ അത് കണ്ടുകൊണ്ടിരിക്കുക. ഡോക്ടറിനോട് അവരോട് പറഞ്ഞു, അങ്ങനെ തുറിച്ച് നോക്കണ്ട അമ്മേ, എന്തിനാ അങ്ങനെ തുറിച്ച് നോക്കുന്നത്, അങ്ങനെ തുറിച്ച് നോക്കൊന്നും വേണ്ട കേട്ടോ, ഒന്ന് ചിരിക്കുകയൊക്കെ ചെയ്യാം എന്ന് പറഞ്ഞു ഡോക്ടർ. ഞാൻ ഇപ്പോഴും അത് ഓർക്കുന്നുണ്ട് കേട്ടോ. ഞാൻ ഒരുപാട് കഷ്ടപ്പെട്ടു, ഒരുപാട് സ്ട്രഗിൾ ചെയ്തു. എനിക്കത് എങ്ങനെ പറഞ്ഞ് മനസ്സിലാക്കാൻ പറ്റുമെന്ന് എനിക്കറിയില്ല. ഞാൻ അപ്പോഴൊക്കെ വിശ്വസിച്ചൊരു കാര്യമുണ്ട്, എൻ്റെ തെറ്റല്ലേ, ഞാൻ ചെറുപ്രായത്തിൽ ഞാൻ ഇങ്ങനൊരു വിവാഹം എൻ്റെ ഇഷ്ടപ്രകാരം ചെയ്തതുകൊണ്ടല്ലേ ഞാൻ തന്നെ അനുഭവിക്കണം, എൻ്റെ ജീവൻ പോണ വരെയാണെങ്കിലും ഞാൻ ഇത് ഫേസ് ചെയ്യണം, അങ്ങനെയുള്ള ചിന്തയായിരുന്നു കേട്ടോ എനിക്ക്. കേരളത്തിലുള്ള പെൺകുട്ടികൾക്ക് ഇങ്ങനെ എന്തായാലും തീർച്ചയായിട്ടും ഒരു പെൺകുട്ടികൾക്ക് ഇങ്ങനെ ഈ ഒരു അനുഭവം, എന്നെപ്പോലത്തെ ഈ അനുഭവം പ്രതികരിക്കാൻ പോലും അറിയാൻ പറ്റാത്ത പെൺകുട്ടികൾ ഉണ്ടാവും, തീർച്ചയായിട്ടും ഉണ്ടാവും. എനിക്കതറിയാം. എനിക്ക് പ്രതികരണശേഷി പോലും ഇല്ലാത്തൊരു പെൺകുട്ടിയായിരുന്നു ഞാൻ. അപ്പോൾ എനിക്ക് അവരോട് പറയാനുള്ളത്, ഒക്കെ ശരിയാവും, എല്ലാം റെഡിയാവും എന്ന് വിചാരിച്ച് നിങ്ങൾ അവിടെ സമയം കളയരുത്. നിങ്ങളുടെ ജീവൻ പോകാൻ അത് കാരണമാവും. എത്രയും പെട്ടെന്ന് ആ ഒരു എന്താ പറയുക, ടോക്സിക് ആയിട്ടുള്ള ആൾക്കാരുടെ ഇടയിൽ നിങ്ങൾ മാറി നിന്നാൽ നിങ്ങളുടെ ജീവനെങ്കിലും നിങ്ങൾക്ക് രക്ഷപ്പെടുത്താൻ പറ്റും കേട്ടോ. ഞാനൊരു ജസ്റ്റ് മിസ് എന്ന് പറയുമ്പോൾ രക്ഷപ്പെട്ട ഒരാളാണ്. എൻ്റെ ഹൃദയത്തിൽ നിന്ന് പറയുവാണ്. എനിക്കൊരു അനിയത്തിയുള്ളതാണ്, അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. കുറച്ചെങ്കിലും ആൾക്കാർക്ക് അവർക്ക് അനുഭവം ഇല്ലാത്തതുകൊണ്ടായിരിക്കും പറയുന്നത് അങ്ങനെയൊന്നും ഉണ്ടാവത്തില്ലെന്ന്. അല്ല, അങ്ങനെയൊക്കെ നടക്കുന്നുണ്ട് നമ്മുടെ ഈ കൊച്ചു കേരളത്തിൽ. അങ്ങനത്തെ സംഭവങ്ങളുണ്ട്. ഞാൻ ICU കിടന്ന കഥ ഞാൻ തീർച്ചയായിട്ടും പറയുന്നതായിരിക്കും കേട്ടോ അടുത്ത വീഡിയോയിൽ. കാരണം ഈ വീഡിയോ ഇപ്പോൾ ഒരുവിധം ലെങ്തി ആയിട്ടുണ്ട്. ഞാൻ തീർച്ചയായിട്ടും അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ ടാറ്റ.